നമ്മളെ മയക്കുന്ന സാധനമാണ് കൊതുകിന്റെ മരുന്ന്. നിങ്ങൾ ജയിച്ചു പോയത് കൊതുകിനെ മയക്കുന്നതാണെന്ന് ഒരിക്കലും അല്ല. അപ്പൊ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊതുകിനെ ഓർമ്മിച്ച ഖുർആനിൽ കൊതുകിനേക്കാൾ ചെറിയ ഒരു പ്രാണി ഓർമ്മിക്കാൻ നമുക്ക് മടിയില്ല. അപ്പൊ നിങ്ങൾ ഇപ്പൊ ചിന്തിച്ചു, കൊതുകിനാണോ ഗുണമുള്ളത്, ആനയ്ക്കാണോ ഗുണമുള്ളത്? ആനയ്ക്കാണോ ഗുണമുള്ളത്, കൊതുകിനാണോ ഗുണമുള്ളത്? അതേപോലെ അല്ലാഹു മറ്റൊരു ഖുർആനിൽ ചിലന്തി വരെ ഉപമിച്ചു. 50 ലക്ഷത്തിന്റെ വീട് വെച്ച് വീടിന്റെ ഹൗസ് വാമിങ്ങിന് വേണ്ടി, വീടിൽ കയറി താമസിക്കാൻ വേണ്ടി, ജനങ്ങളെ വിളിക്കാൻ വേണ്ടി, നാട്ടുകാരെ കുടുംബക്കാരെ വിളിക്കാൻ വേണ്ടി പോയിട്ട് വരുമ്പോ ഇവൻ ഈ 50 ലക്ഷത്തിന്റെ വീട് വെച്ചത് 6 മാസം കൊണ്ടാണ്. മണിക്കൂർ കൊണ്ട് വീടിന്റെ ഫ്രണ്ടിൽ വലിയ ഒരു വല കെട്ടി മൂപ്പിലാമാരെല്ലാം താമസിക്കുക. ചിലന്തി വല. നമ്മുടെ ഭാര്യ അടിച്ചടിച്ച് എല്ലാ ദിവസവും ചിലന്തി വല അടിക്കും. നാളെ വീണ്ടും മനോഹരമായ നല്ല വീണ്ടും ഒരു വീഡിയോ അവിടെ കൊണ്ട് കെട്ടും. ഇന്നും അവിടെ അടിക്കും, വീണ്ടും അവിടെ നാളെ കൊണ്ട് കെട്ടും. ഇന്നും അടിക്കും, നാളെ കൊണ്ടുപോയി കെട്ടും. എന്താ സംഭവിക്കുന്നത്? ചിലന്തി ഒരു ചെറിയ സാധനമാണ്, അടിച്ചു കൊന്നാലും വീണ്ടും ഒരു ഭയങ്കരമായ നിലയിൽ വളരെ പെട്ടെന്ന് ഒരു കോൺക്രീറ്റും ഇല്ല, ഒരു കമ്പവും ഇല്ല. അപ്പൊ ഈ 1.5 ലക്ഷം രൂപയായിട്ടാണ് നമ്മൾ ഈ ചെറിയ ഒരു പന്തലിട്ടിരിക്കുന്നത്. എനിക്ക് അത്ഭുതം തോന്നുന്നു. വലിയ ഒരു വിശാലമായ പന്തൽ, 1.5 ലക്ഷം രൂപ. ബഹുമാനമുള്ള സഹോദരൻ, ഒരു 2 ദിവസം ഇവിടെ ഇരുന്നാൽ മതി. ലക്ഷക്കണക്കിന് രൂപ വിലയില്ലാത്ത എത്രയോ കൊതുക് വലകൾ ഇവിടെ ഫുള്ള് നിറഞ്ഞിരിക്കും മിനിറ്റുകൾ കൊണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വെറുതെയല്ല ചിലന്തി വലയെ ഉപമിച്ചത്. ചിലന്തി വലയെ അല്ലാഹു ഉപമിച്ചത്, ചിലന്തി അല്ലാഹു ഖുർആനിൽ ഉപമിച്ചത് വെറുതെയല്ല. നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കഴിവ് ചിലന്തിക്ക്. എറുമ്പിനുണ്ട്. എറുമ്പിനെ ഉപമിച്ച ഓരോന്നിന്റെ ഉദാഹരണം പറയാൻ എനിക്ക് ഒരുപാട് സമയം വേണം. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് കടക്കല്ല. അപ്പൊ പരിശുദ്ധ ഖുർആൻ ഈ പ്രാണികളെയും ഈ ജന്തുക്കളെയും എല്ലാം ഓർമ്മിച്ചുകൊണ്ട് മനുഷ്യരോട് പറയുന്ന, മനുഷ്യ നീ അങ്ങോട്ട് നോക്കുക, മനുഷ്യൻ മൃഗങ്ങളെക്കാൾ അതപ്പതിച്ചു പോയില്ലേ. കാരണം എന്താ? പശുവിനെ കൊണ്ട് എത്രയോ വലിയ ഗുണമാണ്. പശു ജീവിച്ചിരുന്നാലും ഗുണമുണ്ട്, മരിച്ചുപോയാലും ഗുണമുണ്ട്. മരിച്ചുപോയാൽ പശുവിന്റെ തോലെടുത്തിട്ടെങ്കിലും കച്ചവടം ചെയ്യാം. പശുവിന്റെ എല്ലുകൾ കൊണ്ടാണ് ഇന്ന് ക്യാപ്സൂൾ ഉണ്ടാക്കുന്നത്. ക്യാപ്സൂൾ, മൃഗങ്ങളുടെ എല്ല്. ആ എല്ല് വണ്ടിയിൽ കയറ്റി തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ലേ? അത് ജപ്പാനിലേക്കാണ് പോകുന്നത്. അത് കൊണ്ടുപോയി അതിനെ കൊണ്ടൊരു ദ്രാവകത്തിൽ ഇട്ടുകൊണ്ട് എല്ലാം മരുന്നുകളിലിട്ട് അതിനെയെല്ലാം ക്ലിയറാക്കി എടുത്ത് ശുദ്ധീകരിച്ചെടുത്ത് അതെല്ലാം ചെറിയ പീസാക്കി കട്ട് ചെയ്ത് അത് ആലുവയിൽ അങ്ങനെ ഒരു കമ്പനി ഉണ്ടാക്കും. അവരാണ് എന്നെ ഇത് പഠിപ്പിച്ചത്, പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. ഉസ്താദെ, ഇതിന്റെ മുഴുവനും എല്ലുകൾ കൊണ്ടാണ് ക്യാപ്സൂൾ ഉണ്ടാക്കുക. വിസ്മയ അർത്ഥമൃഗത്തിന്റെയും അടിച്ചുപോകുന്ന അർത്ഥമൃഗത്തിന്റെയും ചിലപ്പോ പന്നിയുടെ ഒക്കെ കാണും. പറഞ്ഞിട്ട് കാര്യമില്ല എന്നും പറഞ്ഞിട്ട് പുതിയ കഴിക്കാതിരുന്ന അടിച്ചു പോകുന്ന സാധനം. ഈ സാധനത്തിന്റെ ഒക്കെ എല്ല് വെച്ചിട്ടാണ് ഈ ക്യാപ്സൂൾ ഉണ്ടാക്കുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല. ബഹുമാനമുള്ള സഹോദരങ്ങളെ, മൃഗങ്ങൾ ജീവിച്ചിരുന്നാലും ഗുണം, മരിച്ചുപോയാലും ഗുണം. നമ്മളും മനുഷ്യന്മാരും ജീവിച്ചിരുന്നാലും ഉമ്മത്തിന് നഷ്ടം, നീ മരിച്ചുപോയാലും നഷ്ടം. കാരണം മരക്കൊക്കെ ഇടങ്ങേറാൻ ജോലി, അതിനെ അടിക്കലും ഇടങ്ങേറാക്കലും വേദനിപ്പിക്കലും അവർക്കും അവിടെ ജോലിയാണ്. അതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നല്ല മനുഷ്യരെ തെരഞ്ഞെടുത്ത് ഖുർആനിൽ നമുക്ക് അവതരിപ്പിച്ചു തന്നു. അല്ലാഹു ആദമിന്റെ മക്കളെ ആദരിച്ചു എന്ന് ഖുർആൻ പറയുമ്പോ പരിശുദ്ധ ഖുർആനിന്റെ അവസാന ഭാഗത്ത് സൂറത്തുൻ നാസിൽ മനുഷ്യന് നല്ല സ്ഥാനം കൊടുത്തിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവതരിപ്പിക്കുകയാണ്. ഈ ഖുർആൻ ആരുടെ മേലാണ് ഏൽപ്പിച്ചത്? إنا عرضنا الأمانة على السماوات والأرض والجبال فأبين أن يحملنها فأشفقن منها وحملها الإنسان إنه كان ظلوما അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനേക്കാൾ ശ്രേഷ്ഠമായ ജീവിമൃഗമാണെന്ന് പറയാനുള്ള കാരണം പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുകയാണ്. ഇന്നാ റവന സമാറവനൽ അമാനത അലൽ സമാവാതി വൽ അർളി വൽ ജിബാൽ. ഈ ഖുർആൻ എന്ന് പറയുന്ന അമാനത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശങ്ങളോട് പറഞ്ഞു, ഏറ്റെടുക്കണമേ, ഏറ്റെടുക്കണമേ. ഭൂമികളോട് പറഞ്ഞു, ഭൂമിയെ ഏറ്റെടുക്കണമേ. പർവ്വതത്താനിക്കളോട് അല്ലാഹു തആല പറയുകയാ, ഏ പർവ്വതങ്ങളെ ഈ ഖുർആനിനെ ഏറ്റെടുക്കണമേ. ഫഅബൈന അൻ യഹ്മിലഹാ വഅശ്ഫഖന മിൻഹാ. 7 ആകാശങ്ങളും 7 ഭൂമികളും പർവ്വതത്താനിക്കളും പടച്ചറപ്പിനോട് പറയുകയാ,
അല്ലാഹുവേ ഈ ഖുർആൻ എന്ന് പറയുന്ന അമാനത്ത് ഏറ്റെടുക്കാൻ ഞങ്ങളെ കൊണ്ട് സാധ്യമല്ല. ആകാശങ്ങൾ ഏറ്റെടുക്കാത്ത ഖുർആൻ, ഭൂമികൾ ഏറ്റെടുക്കാത്ത ഖുർആൻ, പർവ്വത സ്ഥാനങ്ങൾ ഏറ്റെടുക്കാത്ത ഖുർആൻ, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബൽ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിആ മിൻ ഖശിയത്തില്ലാഹ്. പർവ്വതസ്ഥാനങ്ങളുടെ മുകളിലെങ്ങാനും ഈ പരിശുദ്ധ ഖുർആനിന്റെ ഈരടികൾ അവതരിപ്പിക്കപ്പെട്ടാൽ അതെല്ലാം ധൂളികളായി തളർന്ന് തരിപ്പണമായി പോകുമെങ്കിൽ പർവ്വതങ്ങൾ അല്ലാഹുവിനോട് പറയുകയാണ്, അല്ലാഹ് ഈ ഖുർആൻ എന്ന അമാനത്ത് ഞങ്ങളെ കൊണ്ട് ഏറ്റെടുക്കാൻ സാധ്യമല്ല. ആകാശങ്ങൾ ഏറ്റെടുക്കാത്ത ഖുർആൻ, ഭൂമികൾ ഏറ്റെടുക്കാത്ത ഖുർആൻ, പർവ്വതങ്ങൾ ഏറ്റെടുക്കാത്ത ഖുർആൻ ആരാണ് ഏറ്റെടുത്തതെന്നറിയുമോ? വഹമലഹൽ ഇൻസാൻ. ഈ പ്രഭാഷണം നടത്തുന്ന അബൂബക്കർ ഏറ്റെടുത്തിരിക്കുകയാ. എന്നെ ശ്രവിക്കുന്ന ആയിരങ്ങളെ ആയിരങ്ങളെ ആയിരങ്ങളെ, ലോകത്തുള്ള സകലമാന മനുഷ്യ മക്കളെ, 150 കോടി മുസ്ലിമേ, വഹമലഹൽ ഇൻസാൻ. മനുഷ്യനാണ് ഈ ഖുർആനിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത്. പരിശുദ്ധ ഖുർആൻ വിവരിക്കുകയാണ്, അല്ലാഹു ആദം നബിയെ സൃഷ്ടിച്ചിട്ട് ആദം നബിയോട് ചോദിക്കുകയാണ്, യാ ആദമോ, ഏ ആദമേ, ഇന്നാ അറദ്നൽ അമാനത അലസ് സമാവാതി വൽ അർളി വൽ ജിബാൽ ഫഅബൈനാ ഫഅശ്ഫഖ്ന മിൻഹാ. പരിശുദ്ധമായ ഖുർആൻ എന്ന് പറയുന്ന അമാനത്ത് ആദമേ, ആകാശത്തിനോട് ഞാൻ ഏൽപ്പിച്ചു, ഭൂമിയോട് ഞാൻ കാട്ടിക്കൊടുത്തു, പർവ്വതങ്ങളോട് വെളിപ്പെടുത്തി കൊടുത്തു, പക്ഷേ അവളൊന്നും സ്വീകരിച്ചില്ല. ഹൽ അന്ത ആഖിദും ബിമാ ഫീഹാ യാ ആദം. ആദമേ, നിനക്കത് സ്വീകരിക്കാൻ കഴിയോ? ഹാലാ യാ റബ്ബൂ. ആദം നബി ചോദിക്കുകയാണ്, പടച്ചവനെ, വമാ ഫീഹാ, എന്താണ് ആ ഖുർആനിലുള്ളത്, എന്താണ് ആ അമാനത്തിലുള്ളത്? ആ അമാനത്തെന്ന് പറഞ്ഞാൽ എന്താണ് റബ്ബേ? ആദം നബിയുടെ ചോദ്യത്തിന് അല്ലാഹു മറുപടി നൽകുകയാണ്. അല്ലാഹു തആല അല്ലാഹു മറുപടി പറയുകയാണ്, യാ ആദമോ, ആദമേ, ഇൻ ജസൈത ഇൻ അഹ്സൻത ജസൈത വഇൻ അസഅത ഉഖിബത. അമാനത്തെന്ന് പറഞ്ഞാൽ, ഖുർആൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളടക്കങ്ങളെ ചിന്തിച്ച് വിലയിരുത്തി വിധിവിലക്കുകളെ മാനിച്ച് ആരൊരാൾ ജീവിതത്തിന്റെ പന്താവിനെ തെരഞ്ഞെടുക്കുന്നുവോ, അതിന്റെ പേരിൽ അവർക്ക് കൂലി ലഭിക്കുമത്രേ. മറിച്ച് പരിശുദ്ധ ഖുർആനിന്റെ വിധിവിലക്കുകളെയും ഉള്ളടക്കങ്ങളെയും സ്വീകരിക്കാതെ മാനിക്കാതെ പരിശുദ്ധ ഖുർആനിനെ കേവലം ഒരു നേർച്ച വസ്തുവാക്കി മാത്രം മാറ്റി വെച്ചുകൊണ്ട് ഖുർആനിന്റെ ഹലാലുകളെയും ഹറാമുകളെയും വേർതിരിച്ച് മനസ്സിലാക്കാതെ പാശ്ചാത്യ സംസ്കാരത്തിന്റെ പിന്നാമ്പുറക്കാരായി ജീവിച്ചാൽ അതിന്റെ പേരിൽ അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുമുള്ള ശിക്ഷ ഉണ്ടാകും. ആദമേ, അതാണ് അമാനത്തെന്ന് പറയുന്ന ഖുർആൻ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇത് ഏറ്റെടുത്തു. ആദം നബിയുടെ മക്കളെ, ആ ഖുർആൻ ഏറ്റെടുത്തേ മതിയാവൂ. ആദം അത് ഏറ്റെടുത്തു. അപ്പൊ നിങ്ങൾ ഓർത്തു, ആദനബിയുടെ കാലത്തിൽ ഖുർആൻ ഉണ്ടോ? വേണമെങ്കിൽ ചോദ്യം ഉണ്ടാവല്ലോ. ആദന്റെ വിക്കല്ലല്ലോ അള്ള ഖുർആൻ ഇറക്കിയത്, ഖുർആൻ മുഹമ്മദ് നബിയുടെ മേലല്ല ഇറക്കിയത്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, ഇന്നല്ലാഹ ഖറഅതാഹ വയാസീൻ ഖബല അൻ യഖ്ലുഖ السماوات قبل أن يخلق السماوات 50,000 سنة. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ആകാശലോകങ്ങളെ അല്ലാഹു സൃഷ്ടിക്കുന്നതിന്
50,000 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് നാം പാരായണം ചെയ്യുന്ന സൂറത്ത് യാസീൻ അല്ലാഹു പാരായണം ചെയ്തു കഴിഞ്ഞു. ലോകത്തോട് ഖുർആൻ പരിചയപ്പെടുത്തി കഴിഞ്ഞു എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. ആകാശഭൂമികളെ സൃഷ്ടിക്കുന്ന 50,000 വർഷം മുമ്പ് അല്ലാഹു ഖുർആൻ അവതരിപ്പിച്ചു നടത്തും. ഇന്നല്ലാഹ ഖറഅ ത്വാഹ വയാസീൻ. ഫലമ്മാ സമിഅത്തിൽ മലായിക മാലാകമാരിത് കേട്ടപ്പോ, പരിശുദ്ധ ഖുർആനിന്റെ ഈരടികൾ മാലാകമാർ കേട്ടപ്പോ ഖാലൂ അവർ പറയുകയാണ് തൂബാ ലി ഉമ്മത്തിൻ യൻസിലു ഹാദാ. 6 ലക്ഷം രൂപ ചെലവഴിച്ച് ഈ ഖുർആനിന്റെ വിസ്മയ വിരുന്ന് ഈ നിലമ്പൂരിന്റെ മണ്ണിൽ ഈ മണ്ണിൽ ഈ മണ്ണിലേക്ക് ആരൊരാൾ ഇതിനു വേണ്ടി സൗകര്യമൊരുക്കിയോ സഹോദരങ്ങളെ, ഇതൊരധിക ചെലവായി കാണല്ലേ, അധിക ചെലവായി കാണല്ലേ. ഈ കൂറ്റമ്പാറയുടെ മണ്ണിലൂടെ ഓരോ മണൽത്തരികളിലൂടെ ഖുർആനിന്റെ ആയത്ത് പ്രകമ്പനം കൊള്ളുമ്പോ മലക്കുകൾ 50,000 വർഷങ്ങൾക്ക് മുമ്പ് വിളിച്ചു പറയുകയാ തൂബാ ലി ഉമ്മത്തിൻ യൻസിലു ഹാദാ. ഏതൊരു സമുദായത്തിന്റെ മേലാണോ ഈ ഖുർആൻ അവതരിപ്പിക്കുന്നത്, ഈ ഖുർആൻ ഇറങ്ങുന്നത്, ആ സമുദായത്തിന് എല്ലാവിധ ആശംസകളും, ആ സമുദായത്തിന് എല്ലാവിധ അനുമോദനങ്ങളും, ആ സമുദായത്തിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് 50,000 വർഷങ്ങൾക്ക് മുമ്പ് മാലാകമാര് പോലും പ്രാർത്ഥിക്കുകയാ. വീണ്ടും മാലാകമാരുടെ ദുആ എന്തെന്നറിയോ? ഫലമ്മാ സമിഅത്തിൽ മലായിക മാലാകമാർ വീണ്ടും ഖുർആനിന്റെ ആയത്തുകൾ കേട്ടപ്പോ ഖാലൂ പറയുകയാണ് തൂബാ ലി ഖുലൂബിൻ യഹ്ഫിദു ഹാദാ. ഏതൊരു ഹൃദയമാണോ ഈ ഖുർആൻ ഒളിപ്പിച്ചു വെക്കുന്നത്, ഏതൊരു ഹൃദയമാണോ ഈ ഖുർആൻ മനനം ചെയ്തു വെക്കുന്നത്, ഏതൊരു ഹൃദയമാണോ ഈ ഖുർആനിനെ കാത്തു സൂക്ഷിക്കുന്നത്, ആ ഹൃദയങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരുകയാ, എല്ലാവിധ അനുമോദനങ്ങളും നേരുകയാ. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണെന്ന് മാലാകമാര് പറഞ്ഞിട്ടുണ്ടത്രേ. തീർന്നില്ല. വീണ്ടും ഫലമ്മാ സമിഅത്തിൽ മലായിക പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ അല്ലാഹു ഓതുന്നത് മലക്കുകൾ കേട്ടപ്പോ ഖാലൂ മലക്കുകൾ പറയുകയാണ് തൂബാ ലി ഖുലൂബിൻ തൂബാ ലി ഉമ്മത്തിൻ യഖറഉ ഹാദാ. ഏതൊരു വ്യക്തിയാണോ ഇതിനെ പാരായണം ചെയ്യുന്നത് അവർക്ക് എല്ലാവിധ മംഗളാശംസകളും എല്ലാവിധ അനുമോദനങ്ങളും നേരുകയാണെന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. 50,000 വർഷങ്ങൾക്ക് മുമ്പ് ഖുർആൻ അല്ലാഹു ലോകത്ത് പരിചയപ്പെടുത്തി. 50,000 വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി. അപ്പോ അതിനുശേഷം ഇസ്ലാമിൽ ഏറ്റെടുത്തല്ലേ വെച്ചോട്ടെ, നമ്മളത് ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ ഖുർആൻ എല്ലാം ഉണ്ട്. എങ്ങനെ ജീവിക്കണം, എങ്ങനെ കഴിയണം, ശാരീരികമായ ബന്ധം, ഭാര്യാഭർത്തൃ ബന്ധം, കുടുംബ ജീവിതം, എല്ലാം ജിമാ ചെയ്യേണ്ടത് എങ്ങനെ, അതുവരെ ഖുർആനിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെടേണ്ടത് എങ്ങനെ, അതുവരെ ഉണ്ട് ഖുർആൻ. هن لباس لكم وأنتم لباس لهم وباشرون بالمعروف والآن باشرون بالمعروف. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഭാര്യയും ഭർത്താവും തമ്മിൽ കൊട്ടിക്കഴിയുക, ചേർന്ന് കിടക്കുക, ഖുർആൻ അവതരിപ്പിക്കാൻ
നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, വിശദീകരണം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, എന്റെ സഹോദരിമാരെ, നിങ്ങൾ വാതിലേക്കാണെന്നവരല്ലേ, ഭർത്താക്കന്മാരോടുള്ള ഒരു ചെറിയ കടമ നിങ്ങൾ ഒന്ന് പഠിച്ചിട്ട് പോ. ഖുർആനിന്റെ വിരുന്ന് സൽക്കാരമാണ് ഇവിടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആനിൽ ഭാര്യാഭർത്തൃ ബന്ധത്തെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോ തന്റെ ജീവിതത്തിന്റെ വിശുദ്ധിയാണ് ഖുർആൻ വിളിച്ചോടുന്നത്. കല്യാണം കഴിക്കാത്ത ചങ്ങാതിമാരോട്, ചെറുക്കന്മാരോട് അല്ലാഹു തആല ഖുർആനിൽ പറയാൻ, മുഹ്സിനീൻ ഗൈറ മുസാഫിഈൻ വലാ മുത്തഖിദീൻ അഖ്ദാൻ. രഹസ്യ കാമുകിമാരെ വെച്ച് പുലർത്തല്ലേ. യുവാക്കളെ മൊബൈലൊന്ന് സ്കാൻ ചെയ്താൽ ഒന്നല്ല രണ്ടല്ല നൂറല്ല എത്ര കാമുകിമാരുടെ നമ്പരാ. എന്റെ റസൂലുള്ള, നമ്മുടെ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്, അല്ലാഹുവിന്റെ ഖുർആനിലൂടെ നീ വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ വിശുദ്ധി, വൈവാഹിക ജീവിതത്തിന്റെ വിശുദ്ധി എന്തെന്നറിയുമോ? രഹസ്യ കാമുകിമാരെ നീ ഒഴിവാക്കണമേ. രഹസ്യ കാമുകിമാരുമായുള്ള ബന്ധങ്ങളിലൂടെ മൂലമാക്കിക്കൊണ്ട് ഒരു ചെറുപ്പക്കാരൻ പോലും വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കരുതേ. മുഹ്സിനീൻ ഗൈറ മുസാഫിഈൻ വലാ മുത്തഖിദീൻ അഖ്ദാൻ. കൈയടിക്കല്ലേ എന്നർത്ഥം പറഞ്ഞാൽ നമ്മൾ കേൾക്കുമോ? ഇനി ഞാനല്ല, അസ്രായീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്ന് ഇവിടെ വന്ന് ഖുർആൻ ഓതി കൈയടിക്കല്ലേ എന്ന് പറഞ്ഞാലും നമ്മളിൽ വേണ്ടാന്ന് വെച്ചാലും ഓളും ഇല്ലല്ലോ. അതായത് അവളിങ്ങനെ മെസ്സേജ് വിട്ടുണ്ട്, ഇത് എന്നെ ഒഴിവാക്കുന്നുണ്ടോ? കാസർഗോഡ് ഞാൻ കഴിഞ്ഞ മാസം പ്രസംഗിക്കാൻ പോയപ്പോ ഞാൻ കണ്ടല്ല, എന്റെ കൂടെ വന്ന സുഹൃത്ത് അതിങ്ങനെ മെസ്സേജ് വിടാം, നീ വിളിച്ചത് കൊണ്ടല്ലോ ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വരില്ലായിരുന്നു, എന്റെ എത്ര ജോലി, എന്റെ സമയം എല്ലാം നഷ്ടപ്പെടുത്തുന്ന മെസ്സേജ് വിടുക. ഇവന്റെ ഹാലെല്ലാം മാറിപ്പോയി. അടുത്തിരിക്കുന്നവരൊക്കെ കാണുന്നുണ്ട്, ഇവനെല്ലാം മാറിപ്പോയി. അവള് എന്റെ കറങ്ങാൻ ഞാൻ എന്റെ വാപ്പായുമായോ അതൊക്കെ വന്നപ്പോ എന്നെയും കൂടെ വിളിച്ചോണ്ട് വന്ന് ഞാനെന്ത് ചെയ്യാൻ, ഒറ്റയ്ക്ക് അവിടെ ഇരിക്കാൻ ആഗ്രഹിക്കാൻ വലിയ നടന്നില്ല. അവളിങ്ങോട്ട് വല്ലായ്മത്ത് തമാശാരയല്ല. എന്റെ കൂടെ വന്ന സുഹൃത്ത് കണ്ടതാണ്. അവൻ എന്നോട് പറയുമ്പോൾ ഒരു അത്ഭുതം നടന്നു. ഞാൻ ഇൻഷാല്ലാഹ് പറയാം. ഞങ്ങളെ കാറിൽ പോയപ്പോ ഇങ്ങനെ സംസാരിച്ചാണ്. എന്താ സംഭവം? വളർന്ന് ദുഹൂലിന്റെ ഒരു വഴിയാണ്. എല്ലാരും വാപ്പായി ഉമ്മയൊക്കെ വരും, പെണ്ണുങ്ങൾ മാത്രമേ അവിടെ കാണുള്ളൂ. ഈ പിള്ളമാര് നല്ല വണ്ടി എടുത്തോണ്ട് അങ്ങോട്ട് പോകും. അവിടെ ഈ അടുത്ത സമയത്തെടുത്ത് വാതിൽ വിളിച്ചു പറയുന്നു, ആണുങ്ങള് പിന്നീട് പോകണം, പെണ്ണുങ്ങളൊക്കെ പോയതിനു ശേഷം പോകണം. ഇന്നലെ വാതിൽ വന്ന സ്ഥലത്ത് ഒരു അശ്ലീല സംഭവങ്ങൾ നടന്നതായിട്ട് റിപ്പോർട്ട് കിട്ടി. നേരത്തെ വാതിൽ ഞാൻ പോയത് അവിടെ അനൗൺസ്മെന്റ് ചെയ്യാം. അവിടെ ഈ വയല് പരിപാടി നടക്കുന്നു. വാതിലെത്താൻ മതി. ഇവിടെ വലിയ വാതിലിന്റെ പരിപാടി, അവിടെ വേറെ വലിയ കബഡി കളിച്ചു. അപ്പൊ ഇങ്ങനെ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കണം ദുനിയാവില്. അപ്പൊ ഈ വാത് കൊണ്ട് എന്തെല്ലാം ഇന്നിപ്പോ ഈ എന്തെല്ലാം നമ്മൾ ഇനിയിപ്പോ അബൂബക്കർ മുസ്ലിയാർ വന്നിട്ട് നിങ്ങൾ ഡിലീറ്റ് ആക്കി കളയണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഇനി അതിനകത്ത് നിങ്ങൾ അള്ളാഹുമായിട്ട് വയറെത്തങ്ങാണ് കയറ്റിയാ ഓക്കെ, അതല്ലാതെ മനസ്സ് കയറ്റിയാൽ ഓളെങ്കിലും വിളിക്കുമല്ലോ എപ്പോഴായാലും, അത് ഉറപ്പായില്ല. അപ്പൊ അതുകൊണ്ട് ആൺകുട്ടികളോട് അള്ളാഹുവിന്റെ ഉപദേശമാണ്, അള്ളാഹിന്റെ ഉപദേശമാണ്, അബൂബക്കറിന്റെ ഉപദേശമല്ല. അതുകൊണ്ട് നിങ്ങൾ സംശുദ്ധരായിട്ട് വേണം വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ. പെണ്ണുങ്ങളെ നിങ്ങളോട് രഹസ്യ കാമുകന്മാരുമായുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഈ വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കല്ലേ. ആ ബന്ധങ്ങളെല്ലാം പരിപൂർണമായി ഒഴിവാക്കിക്കൊണ്ട് ശാരീരിക ശുദ്ധി വരുത്തിക്കൊണ്ട് പതിവ്രതകളായിട്ട് മാത്രമേ വിവാഹം തെരഞ്ഞെടുക്കാവേ. സ്ത്രീകളോട് പറഞ്ഞാൽ കേൾക്കോ? ഒളിച്ചോട്ടം നമ്പർ 1 ആരാ? ആണുങ്ങളെന്ന് പറഞ്ഞ ഒരു ടൈം പാസിനാണ്. ആണുങ്ങൾക്ക് ഇനി ഒന്നും നഷ്ടപ്പെടാനില്ല. 2 ദുഹൂൽ കഴിഞ്ഞാൽ ഒരു നഷ്ടപ്പെടാനില്ല. പെണ്ണുങ്ങൾക്കല്ല മൊത്തം പോണത്, പെണ്ണുങ്ങൾക്കല്ലേ എല്ലാം പൊട്ടിപ്പോണത്, പെണ്ണുങ്ങൾക്കല്ലേ തകർന്നു പോണത്. പക്ഷെ ഈ ഉമ്മത്ത് ചിന്തിക്കുന്നില്ലല്ലോ. അത് എന്റെ എല്ലാം തകർന്നോ ചിന്തിക്കുന്നില്ലല്ലോ. ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. എന്താ ചെയ്യാ സംഭവം? ബഹുമാനമുള്ള സഹോദരങ്ങളെ, പെണ്ണുങ്ങളോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഉപദേശം അങ്ങനെ പോകരുതേ.
അങ്ങനെയുള്ള വിവാഹ ജീവിതത്തിന് റാഹത്ത് കിട്ടൂല, ഒരു സന്തോഷം കിട്ടൂല. ആ ജീവിതം വളരെ മോശമായ ജീവിതമായി പോകും. എങ്ങനെ കിട്ടും? പാപ്പ നിർബന്ധിച്ച് ഈ പെണ്ണിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു കൊടുത്താലും ആ കുടുംബ ജീവിതത്തിൽ എന്ത് സന്തോഷം കിട്ടും? കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു തആല ഖുർആനിൽ തന്നെ പറഞ്ഞ എന്താ? വജഅല ബൈനകും മവദ്ദത വറഹ്മ. മാനസിക ഐശ്വര്യം, പൊരുത്തം, സന്തോഷം, സമാധാനം ഇങ്ങനെ ഉണ്ടാകും. അതാണ് കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ. ഇതിപ്പോ ഈ കുടുംബജീവിതത്തിൽ എവിടെ സന്തോഷം ഉണ്ടാവുക? ഭർത്താവ് ഒന്ന് ഗൾഫിൽ 6 മാസം ലീവ് അടിച്ചു വന്ന 2 മാസം നമ്മളെ പറഞ്ഞിടുക, കൊച്ചത്തിന് ഒരുപാട് കടകളുണ്ട്, അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞുവിടുക. എന്താ കയ്യിലടിക്കാൻ വേണ്ടിയിട്ട് ഇയാളുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടല്ലേ? 2 മൊബൈൽ 3 മൊബൈൽ, കാമുകന്റെ ഒന്ന്, അസിസ്റ്റന്റിന്റെ ഒന്ന്, ഒറിജിനൽ ഭർത്താവിന്റെ ഒന്ന്, അങ്ങനെ പല നിലയ്ക്കുള്ള ബന്ധങ്ങളെ നമുക്കിടയിലുണ്ടല്ലോ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഖുർആൻ അത് പറഞ്ഞ മാമ്യം പറയുന്നില്ല. രാത്രി സീറ്റ ഉസ്താദെ ഞങ്ങളൊക്കെ ഇടങ്ങാറിലായിരുന്നു. കാസർഗോഡ് പ്രസംഗിച്ച് കഴിഞ്ഞ ഒരു ചങ്ങാതി വന്നിട്ട് പറയാം, 5 ലൈൻ ഉണ്ടായിരുന്നു, 4 എണ്ണവും പോയി, ഒറ്റ ഓർമ്മയോട് ഇനി മേലെ ഈ പ്രസംഗം ഇവിടെ നടത്തേണ്ടത്. വല്ലാഹി സത്യം, ഞാനായിട്ട് തമാശ ഒരാളെന്റെ അടുത്ത് പറഞ്ഞതാണ്, ഇനി മേലെ ഇത് പറയല്ലോ, പെണ്ണുങ്ങൾ ചിലപ്പോൾ വീണു ഈ ആയത്ത് ഇതെല്ലാം കേട്ടിട്ട് ചിലപ്പോൾ പേടിച്ചു കൊള്ളു. എന്നാലും നമ്മൾ ചിലപ്പോൾ അങ്ങോട്ട് വീണ്ടും അറ്റാക്ക് ചെയ്തേരാം. അപ്പൊ ഇരിയാക്കന്മാരൊക്കെ അതൊക്കെ പറയാം, അതിന്റെ തൗബ ഉണ്ടല്ലോ, ഈ തൗബ എന്ന് പറയുന്ന സാധനം അത് നിങ്ങൾ ഇഷ്ടമനുസരിച്ച് എന്തുകൊണ്ടും ചെയ്തിട്ട് അങ്ങ് ചെയ്യാന്നുള്ളൊരു നീയത്താണ് ഈ തൗബയെ കുറിച്ച് മനസ്സിലാകാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ആണുങ്ങളോടും പെണ്ണുങ്ങളോടും വന്ന ഉപദേശിക്കണം, മൊത്തത്തിൽ വന്ന ഉപദേശിക്കുന്ന അറിയോ? വലാ തഖറബു സിനാ ഇന്നഹു കാന ഫാഹിഷാ വസാഅ സബീലാ വലാ തഖറബുൽ ഫവാഹിഷ് മാ ളഹറ മിൻഹാ വമാ ബതൻ. ഒളിഞ്ഞും തെളിഞ്ഞും രഹസ്യത്തിലും പരസ്യത്തിലും തെറ്റിലേക്ക് അടുക്കരുതേ, തെറ്റ് ചെയ്യരുതേ എന്നല്ല അല്ലാഹു ഇവിടെ പറഞ്ഞത്, വ്യഭിചരിക്കരുതേ എന്നല്ല അല്ലാഹു ഇവിടെ പറഞ്ഞത്. വലാ തഖറബൂ അടുക്കരുതേ, അടുത്തു പോകരുതേ. തെറ്റിലേക്ക്, വിചാരത്തിലേക്ക്, ഫോൺവിളിയിലേക്ക് അടുത്തു പോകരുത് എന്ന് പറഞ്ഞത്. അത് അടുത്താ കുടിക്കരുത്. ഈ വിളി വന്ന് പോയോ, പിടിച്ചു പോയോ, പിന്നെ അത് കിട്ടാതെ ഒരു രക്ഷയില്ല. അതിന്റെ ഇൻപം പിടിച്ചു പറ്റിപ്പോ പിന്നെ രക്ഷയില്ല. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞു വിളിക്കരുതേ എന്നല്ല, ഫോൺ വിളിക്കരുതേ, വ്യഭിചരിക്കരുതേ എന്നുള്ള ഇവിടെ ഉപയോഗിച്ചില്ല. വലാ തസ്നൂന്നൂടെ പറഞ്ഞില്ല. പിന്നെന്താ? വലാ തഖറബു അടുക്കരുതേ എന്ന് പറഞ്ഞു. എന്തിനാ ഇപ്പൊ ഈ ഫോൺ വിളിക്കുന്നത്? വ്യഭിചരിക്കാനല്ലേ? അല്ലാണ്ട് എന്താ ചുമ്മാ സംസാരം എവിടെ കൊണ്ടെത്തിക്കും? അതുകൊണ്ടാണ് 2 കാര്യം സൂക്ഷിക്കാനുള്ള ഖുർആനിൽ പറഞ്ഞ വിശുദ്ധി. ഖുല്ലിൽ മുഅ്മിനീൻ യഗ്ദൂന മിൻ അബ്സാരിഹിം വയഹ്ഫദൂന ഫുറൂജഹും. കണ്ണുകളെ സൂക്ഷിക്കണേ ആണുങ്ങളെ. തൊട്ടടുത്തപടിയായി അല്ലാഹു പറയുകയാ, സൂര്യഭാഗങ്ങളെ സൂക്ഷിക്കണേ ആണുങ്ങളെ. കണ്ണുകൊണ്ട് കണ്ടാൽ അടുത്ത ലക്ഷ്യം എന്താ? അവളെ എങ്ങനെയെങ്കിലും വശത്താക്കണം. അതാണ് അടുത്ത ലക്ഷ്യം. അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിന്റെ അർത്ഥം എന്താ? അതിന്റെ ഒരു മുന്നോടിയാണ് എല്ലാം ഫോൺ വിളിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ എടുത്തിട്ട് കബൂലാക്കി എവിടെയെങ്കിലും റെയിൽവേ സ്റ്റേഷനിലോ റെയിൽവേ പാളത്തിന്റെ നടുവിലോ ഒക്കെ വരാൻ പറയുന്നത്. അങ്ങനെ വരുമ്പോഴാണ് അറിയുന്നത് 65 വയസ്സുകാരൻ കാമുകനും 18 വയസ്സുകാരി കാമുകനും ഒരുമിച്ച് കൂടി. പത്രത്തിൽ കണ്ടില്ല അടുത്ത സമയത്ത്. വെളിയിൽ അങ്ങനെ വെളി ഉഷാറായിരിക്കും, സൗണ്ടൊക്കെ നല്ല ടേസ്റ്റ് സൗണ്ടാണ്. പക്ഷെ സംഭവം വരുമ്പോൾ ഒരുമാതിരി രണ്ടാം വരുന്ന പോലെയാണോ 10 പ്രസവിച്ച സാധനമായി വരുന്നത്. സൗണ്ട് ഉഷാറായി ഫോണിൽ കൂടെ കേൾക്കുന്നത്. ഇനിയിപ്പോ ഇതിങ്ങനെ കേട്ടാൽ മതി, ഇതിന് കേട്ടാൽ മതിയല്ലോ, അതൊരു രസമല്ലേ? ബഹുമാനമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനാണ് പറയുന്നത് ആണുങ്ങളോട്. പെണ്ണുങ്ങളോടും പറഞ്ഞു, ഖുല്ലിൽ മുഅ്മിനാതി യഗ്ദൂന മിൻ അബ്സാരിഹിം വയഹ്ഫദ്ന ഫുറൂജഹും. ഒരു കാര്യം കൂടെ ചേർത്ത് പറഞ്ഞു, വലാ യുബ്ദീന സീനതഹും. സഹോദരിമാരെ, പെൺകുട്ടികളെ, യുവതികളെ, പരിശുദ്ധ ഖുർആന്റെ വിളിയാളമാ
പിടിയാളവാ. കണ്ണുകളെ സൂക്ഷിക്കണേ, ഗുഹ്യഭാഗങ്ങളെ സൂക്ഷിക്കണേ. നിങ്ങളുടെ ആകാര സൗസവങ്ങളെയും അംഗലാവണ്യങ്ങളെയും സൗന്ദര്യത്തെയും നിങ്ങൾ വെളിവാക്കല്ലേ, പ്രദർശിപ്പിക്കല്ലേ. തങ്ങൾ ഒരു ഹദീസിലൂടെ നമുക്ക് അറിയിച്ചു തരികയാണ്. ശൈത്താന്റെ പണി എന്നറിയോ? പിശാചിന്റെ 10 മിനിറ്റ് പറഞ്ഞോട്ടെ, 12 മണി വരെ ഇപ്പത്തേക്ക് റെഡിയായി. സമയം ഒരുപാട്. വിഷയം ഇങ്ങനെ കയറിപ്പോവല്ലോ, വേറെ ഇങ്ങനെ കയറിപ്പോവും. റമദാൻ മാസത്തിന് ഇവിടെ പ്രവാസനം ഇല്ല, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഉബൈദ് എന്നെ റമദാനിൽ വിളിക്കാൻ ഞാൻ പറയാം, റമദാനിൽ വരികയാണെങ്കിൽ ഇപ്പൊ വരില്ല, ഇപ്പൊ വന്ന റമദാനിലില്ല. അപ്പൊ അത് ആ ഒരു കണ്ടീഷനിലാണ് വന്നത്. അപ്പൊ അതുകൊണ്ട് പിന്നെ പറയാൻ പറ്റൂലല്ലോ. കേൾക്കുന്നൊരു കേട്ടോട്ടെ, ഒന്നൊരു പോയിക്കോട്ടെ. ശൈത്താൻ 3 സ്ഥലത്തായിരിക്കുന്നു, ആണിന്റെയും പെണ്ണിന്റെയും. ശൈത്താന് 3 സ്ഥലത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, الشيطان من الرجل على 3 منازل ومن المرأة على 3 منازل. ഹബീബുനാ റസൂലുള്ളാഹി തആല പറയുകയാണ്, പുരുഷന്മാരുടെ 3 ഭാഗത്താണ് പിശാച് വിന്യസിക്കുക. അലാ ഐനൈ, അവന്റെ 2 കണ്ണുകളിലും പിശാച് ഉപവിഷ്ടനായിരിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. വഅലാ ഖൽബിഹി, രണ്ടാമത് അവന്റെ ഹൃദയത്തിലാണ് പിശാച് വിശ്രമിക്കുക. അതായത് കണ്ണുകൊണ്ട് കണ്ട ഒരു രംഗം പിശാച് അത് കണ്ണിലൂടെ മെല്ലെ ഹൃദയത്തിലേക്ക് ഇറക്കുകയാണ്. 3ാമത് നബിതങ്ങൾ പറയുകയാണ്, വഅലാ സകരിഹി, അവന്റെ ജനനേന്ദ്രിയത്തിലാണ് പിശാച് വിന്യസിക്കുക. കണ്ണിൽ കയറിയ സാധനം എവിടം വരെ എത്തും? നമ്മളുടെ ജനനേന്ദ്രിയം വരെ, ഗുഹ്യഭാഗം വരെ എത്തും ശൈത്താൻ. കണ്ണുകൊണ്ട് നമുക്ക് അവിടെ കാണുമ്പോൾ നല്ല രസം. പിന്നെ വീട്ടിൽ പോയി കിടന്നാൽ ചിന്ത, വണ്ടി ഇങ്ങനെ ഓടിക്കും, 2 ബൈക്ക് വരും. നമ്മൾ വിചാരിക്കും കാറാണ്, അത് കാറ് വരും 2 ബൈക്കാന്ന് വിചാരിക്കും. അതുകൂടെ കേട്ടിട്ടുണ്ടോ? കാരണം ചിന്തയൊക്കെ വന്നതാ. ഫോൺ വന്നാലും അത്, ഇങ്ങനെ വന്നാലും അത്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഫോൺ തന്നെ വെക്കുന്നില്ല, ഈ ഉരച്ചു കൊടുക്കണമല്ലോ, തേച്ചു കൊടുക്കണമല്ലോ. അപ്പൊ ഇങ്ങനെ ഈ തേപ്പ് പരിപാടി മൊത്തത്തിൽ ഇപ്പൊ തേപ്പായത് കൊണ്ട് ഇപ്പൊ ഫോണും ഇപ്പൊ തേച്ച, അപ്പൊ എല്ലാവർക്കും ഇപ്പൊ തേപ്പ് പരിപാടിയാണ് മൊത്തം. അപ്പൊ അതുകൊണ്ട് എല്ലാ ചിന്ത മൊത്തം ഇപ്പൊ തേപ്പായി. അപ്പൊ ഇങ്ങനെ ഹൃദയത്തിൽ ഉറങ്ങാലോ തന്നെ ഇങ്ങനെ നേരം വിളിക്കണം, അവളെ കാണണം. അവസാനം കൊണ്ടെത്തിക്കുന്നവിടെ ശൈത്താൻ പറയും, എന്തിനാടാ വെറുതെ കണ്ട് 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 നിന്റെ ശരീരത്തെ നീ നഷ്ടപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? അതിനേക്കാളും ഏറ്റവും നല്ല കാര്യം നിനക്ക് അവളുമായിട്ട് പോയി ബന്ധപ്പെട്ടുകൂടെ? മെല്ലെ കണ്ണീന് ഹൃദയത്തിൽ താഴോട്ടിറങ്ങും. പാലാതക്കരി അവന്റെ സാരഥ്യം പോയിരുന്നിട്ട് മെല്ലെ ഇടഞ്ഞിറങ്ങും. അങ്ങനെയാണ് വിചാരത്തിലേക്ക് പോണത്. സ്ത്രീകളിൽ 3 സ്ഥലത്താണ് പിശാച് പോയിരിക്കുക. അവരുടെ 2 കണ്ണിലും, അവരുടെ ഹൃദയത്തിലും, അവരുടെ പൃഷ്ഠഭാഗത്തിൽ, ഫ്രണ്ടിലല്ല ബാക്കിൽ. കാരണം അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇവളെ പിന്നെ അവിടെ കുലുക്കി പോണ പോക്ക് കണ്ടില്ല. മനുഷ്യന്മാരെ കൊണ്ട് നോക്കിക്കാം, എന്റെ പണി എങ്ങനെയല്ല. മുയിലേറെന്നോട്ടെ തല വിളിച്ചാൽ ചിലപ്പോൾ ഇതെല്ലാം കണ്ട് നോക്കിപ്പോയി അല്ല കാക്കട്ടെ. പണ്ട് കണ്ട മനുഷ്യന്മാരെ, കാരണം നമ്മുടെ മുന്നിൽ ഇങ്ങനെ കുലുക്കി നടക്കല്ലേ. ഇന്നിപ്പോ തന്നെ ബോഡി ഷേപ്പ് പറഞ്ഞ ബോഡി ഷേപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഗ്രീസ് വേണം, 50 gram ഗ്രീസ് ഉണ്ടല്ലേ പറന്ന് തന്നെ താഴോട്ട് പോകണം, അങ്ങനെയുള്ള സാധനം. അപ്പൊ അത് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പൂന്തിയും തള്ളിയൊക്കെ ഇരിക്കും. അപ്പൊ ഇതൊന്നും ഇങ്ങനെ പോകുമ്പോ എന്താ സംഭവിക്കാം? അത് ഓള കുറ്റല്ല, ശൈത്താൻ കയറിയാ പറയും എനിക്ക് നല്ല സ്ഥലം, മാംസമുള്ള സ്ഥലം, അവിടെ അങ്ങനെ ഇരുന്നുള്ള മൂപ്പനാണ്. ഇന്നൽ മർഅത തുഖ്ബിലു ഫീ സൂറത്തി ശൈത്താൻ വതുദ്ബിറു ഫീ സൂറത്തി ശൈത്താൻ. ഇങ്ങോട്ട് വന്നാലും ശൈത്താന്റെ കോലത്തിൽ, അങ്ങോട്ട് പോയാലും ശൈത്താന്റെ കോലത്തിൽ. കാരണം എന്താ? ഇങ്ങോട്ട് വരുമ്പോ ശൈത്താൻ ഉണ്ടായിരിക്കുന്ന അവളുടെ മാറിടത്തിലാണ് പിശാചിരിക്കുക. കുഞ്ഞടന്നാലും ഉപയോഗിച്ചോട് പറയും, ഒന്ന് നോക്കിക്കോ. ഈ ചങ്ങാതി എന്താ ഇങ്ങനെ പിടിച്ചു പോയിക്കൊണ്ടേ ഇങ്ങനെ ഒരു പ്രാവശ്യം നോക്കാനോ
ഇങ്ങനെ ഒറ്റ നോട്ടം നോക്കല്ലേ, അതിന്റെ അർത്ഥം ലാ തത്തബിഅന്ന ബസറക ഹുസ്ന ജിദാഇ ഇംറഅത്തിൻ ഫഇന്ന നവറ യജാലു സബഖൻ ഫീ ഖൽബി. പെണ്ണിന്റെ സൗന്ദര്യ വസ്ത്രത്തിലേക്ക് നീ നോക്കരുത്, അത് പിശാചിന്റെ ഒരു കെണിയാണ്, ഒരു വലയാണ്. വസ്ത്രം നമ്മൾ കുടുങ്ങി പോന്നെ വല്ലാത്ത ഇന്നത്തെ ഈ മസാക്കല് പോലുള്ള സാധനം ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നോക്കിപ്പോകും, സംഭവം നോക്കിപ്പോ. അതുകൊണ്ട് നോക്കല്ലേ നബിതങ്ങൾ 21ാം നൂറ്റാണ്ടിൽ ഫാഷൻ ഡ്രസ്സുകളൊക്കെ ഇറങ്ങുന്ന നബിതങ്ങൾ എങ്ങനെ മനസ്സിലാക്കി, അന്നത്തെ കാലത്ത് വല്ല എടുത്തം. പക്ഷെ ഇന്ന് ശരിയല്ലേ സംഭവം ശരിയല്ലേ. അപ്പൊ അങ്ങോട്ട് നോക്കരുത് നബിതങ്ങൾ പറഞ്ഞിരിക്കാം. അപ്പൊ നമ്മൾ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ ശൈത്താൻ അവിടെ കയറി ഇരുന്നിട്ട് കിടങ്ങിറാൻ. അതുകൊണ്ട് പെണ്ണുങ്ങളോട് പറയുന്നു ഇതിനുണ്ടാക്കിയ പരിഹാരം, പെണ്ണ് നിന്റെ വസ്ത്രമാണ്. തങ്ങൾ പറയുകയാ, ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഈ പരിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാതാവാണ്, വിശദീകരിക്കുകയാണ്. അയ്ഹുന്ന ലിഹാഫുൽ ലക്കും വഅൻതും ലിഹാഫുൽ ലഹുൻ, അയ്ഹുന്ന സകനുൽ ലക്കും വഅൻതും സകനുൽ ലഹുൻ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, പെണ്ണെന്ന് പറഞ്ഞാൽ ലിബാസാണ്, ഇസാറാണ്, ലിദാണ്. 3 വസ്ത്രമാണ് പെണ്ണ്. ഒന്ന് മേൽമുണ്ട്, ഒന്ന് ശരീര തലയിലിടുന്നുമുണ്ട്, ഒന്ന് അടിയിൽ ധരിക്കുന്ന വസ്ത്രം. ഈ 3 വസ്ത്രമാണ് പെണ്ണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, പെണ്ണെന്ന് പറഞ്ഞാൽ ബ്ലാങ്കറ്റ് ആണ്, ആണെന്ന് പറഞ്ഞാൽ പെണ്ണിന്റെ ബ്ലാങ്കറ്റ്, പെണ്ണെന്ന് പറഞ്ഞാൽ ആണിന്റെ ബ്ലാങ്കറ്റ്. ഒരു പെണ്ണിനും അനുവദനീയമല്ല അവൾ ഉറങ്ങൾ തന്റെ ഭർത്താവിന്റെ മുന്നിൽ അവളുടെ ശരീരത്തെ വെളിപ്പെടുത്താതെ ഒരു പെണ്ണിനും ഉറങ്ങൾ അനുവദനീയമല്ല. ാണ് ഖുർആൻ. അതുകൊണ്ട് നമ്മളിത് കേരളത്തിനകത്തു എന്താ ഇരുന്ന് എഴുന്നേറ്റ് നിർത്താൻ സമയമായോ? സമയമായെന്നോ? 1 മണിക്ക് മുമ്പ് വീട്ടിൽ എത്തണം. നമുക്കത്ത് ഖുർആൻ വിശുദ്ധി. ഖുർആൻ നാളെ പരിപാടിയാണ്. ആളുകളിൽ പോകുന്ന ആളുകൾക്ക് 7 മണിക്ക് വന്നാണ്. നമ്മളൊരു ബിസ്ക്കറ്റ് ചായെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ സമാധാനം ഉണ്ടായിരുന്നു. അതല്ല, അവരെ നിന്നുള്ള പൈസ നിങ്ങൾ വാങ്ങിയില്ല. ആ പൈസക്ക് ബിസ്ക്കറ്റും ചായെങ്കിലും കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഞങ്ങളുടെയൊക്കെ നാട്ടിലാണെങ്കിൽ 200-300 പേരേ ഉള്ളൂ ബിസ്ക്കറ്റും ചായ കൊടുക്കാൻ. ഇവിടെ എന്ന് പറഞ്ഞാൽ എങ്ങനെ കൊടുക്കാൻ പറ്റും? ഈ ആയിരങ്ങൾ തന്നെ കൊടുക്കാൻ പറ്റും. അൽഹംദുലില്ലാഹ് ഈ കേൾക്കുന്നത് ബിസ്ക്കറ്റിനെയും ചായകൾ വലിയ ഹൽവ നല്ല നല്ല ഹൽവ കേട്ട് തിന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ബിസ്ക്കറ്റും ചായയുടെ ആവശ്യമൊന്നും ഇല്ല. സംഭവം ഇത് തന്നെ ഉസ്താദ് പറഞ്ഞിട്ടില്ലേ, ആളിളകി ഉപയോഗിക്കുന്നു. 1 മണി അടുത്തിട്ടോ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വലിയ ജീവിത വിശുദ്ധി ഖുർആൻ. അതിന്റെ ഞാൻ ഈ ഹദീസിൽ പോയി പറയുന്നത് ആളുകളെ ഇളക്കാനും ലോകത്തെ കേൾക്കണമെന്ന് പറയുന്ന വാക്കല്ല. ഞാൻ ഖുർആനാണല്ലോ നമ്മുടെ വിഷയം. അപ്പൊ അതുകൊണ്ട് ഞാനിങ്ങനെ ഇതെല്ലാം ഉണ്ടെന്ന് പറയണം. നാളെ നിങ്ങൾക്ക് പോയിട്ടൊന്ന് പരിശോധിച്ച് നോക്കാമല്ലോ, ഇത് പഠിക്കാൻ വേണ്ടിയിട്ട്. റമദാന്റെ പ്രവാസനോട് ചേർത്ത് മൊത്തത്തിൽ കാണിക്കുക. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്? ഒരു പെണ്ണിന് അനുവദനീയമല്ല ഉറങ്ങൽ. എങ്ങനെ ഉറങ്ങാം? തന്റെ ഭർത്താവിന്റെ മുന്നിൽ പോയി വസ്ത്രം മുഴുവനും അടിച്ചു വെച്ച് അവന്റെ മുന്നിൽ നിന്റെ ശരീരത്തെ കാണിക്കാതെ ഒരു പെണ്ണിന് ഉറങ്ങൽ അനുവദനീയമല്ല. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, എങ്ങനെയാണ് സഹാബാക്കൾ എന്ന് ചോദിച്ചപ്പോ വസ്ത്രം മുഴുവനും അഴിക്കണം. ഭാര്യ ഭർത്താവിന്റെ മുന്നിൽ ഭർത്താവിനോടൊപ്പം ആ പുതപ്പിനകത്തേക്ക് അവളും കയറുക.
അവളുടെ ശരീരത്തിന്റെ മാർഗവൃത്തവും അവന്റെ ശരീരവുമായി അവർ തമ്മിൽ ഉരസുക. ഫൽ ആന ബാശിറൂന ബിൽ മഅറൂഫ്. അവർ തമ്മിലുള്ള ശാരീരിക ബന്ധം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഭാര്യയും ഭർത്താവും വസ്ത്രം ഒഴിവാക്കിയിട്ട് ഒരു പുതപ്പിനകത്ത് കയറി അവന്റെ ശരീരത്തിന്റെ ജിൽഡും തൊലിയും ചർമ്മവും ഇവളുടെ ശരീരത്തിന്റെ ചർമ്മവും ഉരസിയാൽ അവൾ തന്റെ ശരീരത്തെ തന്റെ ഭർത്താവിന്റെ മുന്നിൽ പ്രദർശിപ്പിച്ചവളായി അവൾക്ക് അല്ലാഹുവിന്റെ റഹ്മത്തുണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. മനസ്സിലായോ? ചില പെണ്ണുങ്ങൾക്ക് ഇഷ്ടമൊന്നുമല്ല ഇത്. ഭാര്യയും ഭർത്താവും മാത്രമുള്ള റൂമ, ലൈറ്റ് ഇട്ടിട്ട് വസ്ത്രം പോലും മാറില്ല ഭർത്താവിന്റെ മുന്നിൽ. ഇവിടെ പൊക്കി പിടിച്ചോണ്ട് നേരെ ബാത്റൂമിനകത്ത്. ബാത്റൂമിൽ വേറെ ക്യാമറ വെച്ചിട്ടുണ്ട്, വല്ലവനും കാണും. ഇവിടെ ഭർത്താവ് മാത്രമേ കാണുള്ളൂ. ഇവിടെ ഭർത്താവ് മാത്രമേ എല്ലാ സംഭവങ്ങളും അവിടുത്തെ വെന്റിലേഷൻ ഉണ്ടാക്കി എന്തിനാണ്? ഗ്യാസ് പോലാ, നമ്മുടെ മൊത്തത്തിൽ ഗ്യാസ് പോകുന്ന സാധനം അത്. ഈ വെന്റിലേഷൻ ഉണ്ടാക്കി അതിനകത്ത് സാധനം ചെയ്തുകൊണ്ടിരുന്ന് പെണ്ണുകൾ ഇപ്പൊ ഇതുപോലെ പോകും. ഇപ്പൊ കുളിക്കാൻ വരുമ്പോഴത്തേക്ക് പെണ്ണുകൾ ഇപ്പൊ ഇങ്ങനെ മുകളിലോട്ടൊക്കെ നോക്കാൻ പോവാണ്. അതൊന്നും നോക്കാറില്ല. അവര് റാഹത്തായിട്ട് കുളിക്കാൻ വിളിച്ചോണ്ട് പാട്ട് പോകുന്നുള്ളത്. അടുത്ത അയൽവക്കാരും റാഹത്തായിട്ട് ഒക്കെ എടുത്ത് എല്ലാ വക്കത്തും 3 നേരം ഗുളിക കഴിക്കുന്നവരും എന്തോ ഒരു മനസ്സിനെന്ത് സമാധാനം. കുറവാ ഓർമ്മ സമാധാനം കിട്ടൂല. ഇത് കണ്ടത് സമാധാനം ഇതായെന്ന് മനസ്സിലായി. അപ്പൊ സ്വന്തം ഭർത്താവിന്റെ മുന്നിൽ വസ്ത്രം അഴിച്ചു വെക്കാത്ത പെണ്ണിന് കിട്ടുന്ന അതാപാണ് ഇങ്ങനത്തെ പോലത്തെ. അപ്പൊ ഭർത്താവിന്റെ മുന്നിൽ വെച്ച് അവള് വസ്ത്രം അഴിച്ചു കൊടുക്കും, കാണിക്കണമല്ലോ. അതൊക്കെ മഹത്തല്ലേ. ഇന്ന് ഔറത്തുകൾ വെളിപ്പെടുത്താൻ പാടുള്ള ഒരു വിഷയം വരാതെ ആയിഷ റളിയല്ലാഹു അൻഹ കണ്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഔറത്ത് ആയിഷ അങ്ങോട്ടും ഇവിടെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഒരു ഭർത്താവിന്റെ ഒരു ഇഷ്ടവും ഒരു ആഗ്രഹവും ഒരു അനുകമ്പയും ഒരു സ്നേഹവും ഒരു മഹത്വത്തിൽ ശരീരത്തിന്റെ ഘടന ഒന്ന് കാണണമെന്താ കാണിക്കുന്നത്? തെറ്റിപ്പോ പക്ഷെ അത് സമ്മതിക്കുന്നില്ല ചില പെണ്ണുങ്ങൾ. അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഈ മൂപ്പിലാൻ പുറത്തു പോണത്. നബീന റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, 2 വിഭാഗം സ്ത്രീകളെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. നബി തങ്ങളും ശപിച്ചിരിക്കുകയാണ്. ലാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ മസൂഫ വൽ മുഫ്സില. മസൂഫത്ത് എന്ന് പറയുന്ന പെണ്ണ്, മുഫ്സിലത്ത് എന്ന് പറയുന്ന പെണ്ണ്, ഈ 2 വിഭാഗം പെണ്ണിനെ അല്ലാഹു റസൂൽ ഫഅമ്മൽ മസൂഫ എന്ന് പറയുന്ന പെണ്ണ് അല്ലത്തി ഇദാ റാദഹാ സൗജുഹാ, തന്റെ ഭർത്താവ് അവളെ പ്രാപിക്കാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ അവൾ പറയുമത്രേ പിന്നെ മറ്റന്നാൾ, അടുത്ത ആഴ്ച, അടുത്ത മാസം 12-ാം തീയതി എന്റെ നാട്ടിലൊരു സഹോദരൻ ഭാര്യയെ ബന്ധപ്പെടണമെങ്കിൽ 500 രൂപ ചോദിക്കുന്നു. അവിടെ എങ്ങനെയുണ്ട് പരിപാടി? 500 രൂപ. തമാശ അറിയല്ല. ഞാൻ നിങ്ങളെ ചിന്തിക്കാൻ ഒരു ഇതൊക്കെ അമാനത്താണ്. വെറുതെ ചിരിക്കേണ്ട മാത്രം സംഭവം അത് കലാക്കായം തോന്നും. പക്ഷെ എന്തായാലും സംഭവം അന്വേഷിച്ച് വന്നപ്പോ എന്താ 500 രൂപ വേണം ഒരു പരിപാടി. എങ്ങനെ നടക്കുന്ന കാര്യമാണ്. ഇങ്ങനെ ആകുമ്പോൾ പള്ളിയിൽ കിട്ടുന്ന ശമ്പളം 10-2,000 രൂപ അല്ലെങ്കിൽ 4,000 രൂപ. 4 ജിമാനുള്ള പൈസയുണ്ട്. ഇവ എന്താ ചെയ്യാ? പണ്ടിൽ അച്ഛൻ പറഞ്ഞ പോലെ ഇന്നിപ്പോ 300 രൂപയാക്കി കൊടുത്താൽ അച്ഛൻ അത് പണ്ട 300 രൂപ, ഇപ്പൊ 500 രൂപയാണ് റോഡ് പേടി എന്ന് പറഞ്ഞതുപോലെ ഈ സംഭവം. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഭാര്യയുടെ ഉത്തരവാദിത്തമാണ് മസൂഫ എന്ന് പറയുന്ന പെണ്ണിനെ അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചു. അവൾ തന്റെ ഭർത്താവ് ആഗ്രഹിക്കുമ്പോ ഭർത്താവിന് പരിപൂർണമായി അവൾ സമ്മതിക്കാതെ അവൾ മാറിക്കിടക്കുന്നു, അല്ലെങ്കിൽ തിരിഞ്ഞു കിടക്കുന്നു, അല്ലെങ്കിൽ പിന്നീട് എന്ന് പറയുന്നു. എന്ന് പറയുന്ന പെണ്ണ് തന്റെ ഭർത്താവ് അവളെ പ്രാപിക്കാൻ ആഗ്രഹിക്കുമ്പോ അവൾ പറയുകയാണ്, എന്നെ ഹായിദ്, ഞാൻ ഋതുമതിയാണ്. അവൾ ഹയറുകാരിയോ അല്ലതാനും, ഋതുമതി അല്ല അവള്. അവൾക്ക് ഹൈവ് വന്നിട്ടില്ല. പക്ഷെ അവള് പറയുന്നത് എന്താ? എനിക്കിപ്പോ ഹൈവ് എന്ന് പറയുമ്പോ നമ്മളിങ്ങനെ പരിസരത്ത് പോലും പോകില്ല. കാരണം അതിന്റെ അർത്ഥം എന്താ? ഇഷ്ടമില്ല. അപ്പൊ ഇഷ്ടമില്ല എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, ഇഷ്ക് വേറെ എവിടെയോ പോയിട്ടുണ്ട് സംഭവം. അല്ലെങ്കിൽ ഭർത്താവിനോട് ഇഷ്ടപ്പെടണമല്ലോ, ഭർത്താവിനെ ഇഷ്ടപ്പെടണമല്ലോ. തങ്ങൾ ഖുർആനും പറയുന്നത്, നിന്റെ ഭർത്താവുമായിട്ട് ഇഴുകി ചേർന്ന് സ്നേഹിച്ച് ഒരുമിച്ച് കഴിഞ്ഞുകൂടുന്നവളാണ് ഏറ്റവും ശ്രേഷ്ഠയായ പെണ്ണ്.
خير نسائكم اللفيفة في فرجها والغلمة لزوجها. നിങ്ങളിൽ ശ്രേഷ്ഠയായ പെണ്ണ് ആരെന്നറിയോ? തന്റെ ഗുഹ്യഭാഗത്തെ സൂക്ഷിക്കുന്നവളും ഭർത്താവിനെ വിചാരത്തോടെ സമീപിക്കുന്നവളുമാണ്. ഭർത്താവ് മാത്രം വീട്ടിലുള്ളപ്പോ, മക്കളൊന്നും ഇല്ലാത്തപ്പോ, ഭർത്താവ് വീട്ടിൽ വരുന്ന സമയത്ത് ഭാര്യ നല്ല റാഹത്തായിട്ട് കുളിച്ചുമൊക്കെ ഒരുങ്ങി നല്ല അവിടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോണം? ടീഷർട്ടും പാന്റും ഒക്കെ ഇട്ടുണ്ടല്ലോ. ഭർത്താവ് വരുമ്പോ കാണണ്ട 40 വയസ്സായി കഴിഞ്ഞോ, എന്റെ 20 വയസ്സായി മാറിയ പെട്ടെന്ന് തോന്നിയിട്ടുള്ളൂ ഒറ്റ ചക്കര സംഭവം പെട്ടെന്ന് എനിക്ക് പോകും. അപ്പം വേറെ എന്റെ കൂടെ ഒരു ചങ്ങ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്തു. അവൻ ഒരു പെണ്ണിനെ കണ്ടിട്ട് എന്തൊരു സാധനം പോണം, വണ്ടി മുന്നോട്ട് പോയപ്പോ ഇവന്റെ പെണ്ണുള്ള സാധനം. അങ്ങനെ മനുഷ്യന്മാരുടെ അവസ്ഥ അതെ. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെണ്ണുങ്ങൾ പെണ്ണുമ്പിള്ള ഒരുങ്ങി നിന്നാല്, അവിടെ പെണ്ണുമ്പിള്ള ഒരുങ്ങി റാഹത്തായിട്ട് നിന്ന് കഴിഞ്ഞാല് നമുക്ക് നിൽക്കുന്നു പറയും. സംഭവം നടന്നു പോകുമ്പോ നമ്മുടെ സാധനം തന്നെ. കാരണം എന്താണ്? എന്റെ ഭർത്താവിനെ നല്ല നിലയ്ക്ക് വിചാരത്തോടുകൂടി സ്വീകരിക്കുന്ന പെണ്ണ്, അതാണ് ഖൈറു നിസാഇക്കും, നിങ്ങളിൽ ശ്രേഷ്ഠയായ. നിങ്ങൾ പറഞ്ഞ മക്കളെ നമ്മൾ സന്തോഷിപ്പിക്കണം. ഭർത്താവിന് ഇങ്ങനെയാണോ ഇഷ്ടം, ഭർത്താവ് വരുന്നത് ഇഷ്ടപ്പെടുന്നത് കണ്ടുകൊണ്ട് അവനെ സ്വീകരിക്കുന്ന ആ ഒരു തയ്യാറെടുപ്പോടുകൂടി വരും. ഇത് ചുമ്മാ ഒരുമാതിരി അരച്ചതും അവിടെ തേച്ചിട്ട് ഇവിടെ തേച്ച് ആ പാല് കൊടുത്തുകൊണ്ട് ഈ ചൂടത്ത് വേർത്ത് വരുന്നൊരുമാതിരി അവിടുത്തെ വാടക ഇവിടുത്താണ് എല്ലാം കൂടെ ഒക്കെ ഇയാൾ വലിയ ആരത്തെ ഒന്ന് പോയി അടുത്തിരിക്കാൻ നോക്കി വരുമ്പോഴത്തേക്ക് സർവമായി മലന്നടിച്ചങ്ങ് വരും. കാരണം എന്താ? ഈ മണം പിടിച്ചിട്ട്. അപ്പൊ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ നല്ല വീട്ടിനകത്താകുമ്പോ സ്പ്രേ ഒക്കെ അടിച്ച് അത് ഭർത്താവിന്റെ മുന്നിലാ സ്പ്രേ അടിക്കേണ്ടത്. കല്യാണ മണ്ഡപത്തിൽ കണ്ടവന്റെ മുന്നിൽ പോകുമ്പോഴെല്ലാം സ്പ്രേ അടിക്കേണ്ടത് പെണ്ണുങ്ങൾ. പുറത്തേക്ക് പോകുമ്പോഴല്ല, തന്റെ ഭർത്താവിന്റെ മുന്നിൽ മണിയറയ്ക്കകത്ത് വെച്ച് സ്പ്രേ അടിച്ച് എപ്പോഴും നല്ല മണത്തോടു കൂടി അങ്ങോട്ട് തിരിഞ്ഞാലും ഇവ ഇങ്ങനത്തെ പട്ടിമണത്തിന്റെ മനസ്സിന് ഒരു കുളിർമയാണ്. അങ്ങനെ ഭർത്താവിന്റെ അരികിലേക്ക് അടുക്കാവും. എന്നാല് പുല്ല ലിബാസുല്ല വന്തു ലിബാസുല്ല പുല്ല്, നിങ്ങൾ അവരുടെ വസ്ത്രം അവരുടെ വേണ്ട. പരിശുദ്ധ ഖുർആൻ പറഞ്ഞാണ്. ഭാര്യ വേണ്ടതുപോലെ ഭർത്താവിനെ സമീപിച്ചില്ല എങ്കിൽ ഭർത്താവ് പുറത്തുപോയി വ്യഭിചരിക്കും. വ്യഭിചരിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? തങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ വ്യഭിചരിക്കല്ലേ, നിങ്ങൾ വ്യഭിചരിച്ചാൽ ദമ്പതികളെ നിങ്ങളുടെ ജീവിതത്തിലെ ശാരീരിക സുഖങ്ങൾ അല്ലാഹു എടുത്തു കളയും. നമ്മൾ പുറത്തോട്ട് വ്യഭിചരിച്ചാൽ ഭാര്യയായിട്ട് നമുക്ക് സംയോഗത്തിന് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഭാര്യ പുറത്ത് വ്യഭിചരിക്കുന്നവളാണെങ്കിൽ ഭർത്താവുമായിട്ട് ശാരീരിക ബന്ധത്തിന് ഇൻട്രസ്റ്റ് കാണുകയില്ല, അവർക്കൊരു സന്തോഷം കാണുകയില്ല. അതുകൊണ്ട് വ്യഭിചരിക്കരുത് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മുടെ ഭാര്യ അല്ലാഹു നമുക്ക് ഹലാലാക്കി തന്നത് നമ്മുടെ വികാര പൂർത്തീകരണത്തിനാണ്, വിശുദ്ധിക്ക് വേണ്ടിയാണ്. വൈവാഹിക ജീവിതം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സന്തോഷിപ്പിക്കാൻ, അവർ തമ്മിൽ യോജിച്ച് സന്തോഷമായിട്ട് കഴിയണം. അതിനാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ ക്ഷണിക്കുന്നത്. അതിനാണ് വിവാഹ ജീവിതം നമുക്ക് പ്രോത്സാഹിപ്പിക്കുന്നത് ഖുർആൻ. അതല്ലാതെ വിവാഹമില്ലാതെ ഒറ്റപ്പെട്ട് കഴിയാനൊന്നും പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. ഭാര്യ എത്രത്തോളം ഭർത്താവ് പറയുന്നു അതേപോലെ നിങ്ങൾ സ്വീകരിക്കണം, അതേപോലുള്ള നടപടിയായിരിക്കണം സ്വീകരിക്കേണ്ടത്. അതേപോലെ ഭർത്താക്കന്മാർ ഭാര്യമാരെയും വേണ്ടവണ്ണം തൃപ്തിപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് എത്തണം. അത് നമ്മൾ ശ്രദ്ധിക്കണം. രണ്ടു കൂട്ടരും പരസ്പരം ശ്രദ്ധിക്കുന്ന ഒരവസ്ഥയായിരിക്കണം. അതൊക്കെ പരിശുദ്ധ ഖുർആനും ഹദീസൊക്കെ വിശദീകരിക്കുന്നുണ്ട്. അതൊക്കെ ഇപ്പൊ അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ശുഭകളായി പോകും നമുക്ക്. അപ്പൊ അതുകൊണ്ട് തൽക്കാലം നമുക്കിപ്പോ ഇൻഷാ അല്ലാഹ് നിർത്തിക്കളയാം. ബാക്കി നാളെ നമ്മുടെ പരിപാടിയുണ്ട്. 4 മണിക്ക് ഇവിടെ അൽഹംദുലില്ലാഹ് കാര്യങ്ങളൊക്കെ വരുന്നവരാണ്. അപ്പൊ ആ സ്ഥലത്തേക്ക് നിങ്ങൾ എല്ലാവരും എത്തണം ഇൻഷാ അല്ലാഹ്. നമ്മുടെ ഈ പരിപാടിക്ക് 6 ലക്ഷം രൂപ ചെലവാണ്. എല്ലാവരും കാര്യമായ എന്തെങ്കിലും അൽഹംദുലില്ലാഹ് ഈ പുണ്യമായ സദസ്സിൽ നിന്ന് അൽഹംദുലില്ലാഹ് ഒരു പേപ്പർ എടുത്തുകൊണ്ടവർ 1000 റുപ്യ വെച്ചെങ്കിലും ആരെങ്കിലും ഒക്കെ കുറഞ്ഞത്. ഞാനിപ്പോ ഈ വലുത് ഒരു ദുആ പോകാം. ഖുർആൻ ഓതിയ സദസ്സ് ദുആ ചെയ്യാതെ പോയാൽ അവിടെ എല്ലാം പോയി. ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനാബത്ത് നടന്നിട്ട് കുളിക്കാതെ സുനിസ്കരിക്കാൻ പോകുന്ന പോലെ. പിന്നെ എല്ലാവരും വലിയ ശുദ്ധിക്കാരെ കുളിക്കാതെ സുനിസ്കരിക്കാൻ 2 വാക്കൊന്ന് ദുആ എടുക്കുന്നത്. ആരെങ്കിലും അൽഹംദുലില്ലാഹ് നമ്മുടെ പരിശുദ്ധ ഖുർആന്റെ ഇതിന്റെ ഒരു ചെലവ് 100 പേര് 1000 1 ലക്ഷം റുപ്യയായി. ഞാൻ ഈ
6000 7000 5000 ചോദിക്കുന്നില്ല. അൽഹംദുലില്ലാഹ് നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം ഒന്ന് പെട്ടെന്ന് ഒന്ന് ദുആയിക്കുമ്പോൾ ഒന്ന് എല്ലാവരും ഒന്ന് എഴുതി ഒന്ന് വായിക്കും ഒന്ന് ഓടി പറയും ഒരു 1000 രൂപ അൽഹംദുലില്ലാഹ് ആരെങ്കിലും 1000 രൂപ അൽഹംദുലില്ലാഹ് അല്ലാഹു ഖബൂലാക്കട്ടെ. അൽഹംദുലില്ലാഹ് പെട്ടെന്ന് ഓടി കുറഞ്ഞ എല്ലാവരും എഴുതിക്കോ ഇങ്ങോട്ട് എഴുതിക്കോ കബൂലാക്കട്ടെ. പടച്ചവനെ റബ്ബേ അൽഹംദുലില്ലാഹ് 3 സ്വലാത്ത് പരിശുദ്ധ ഖുർആൻ ഓതി സദസ്സാണ് നിയ്യത്ത് വെച്ചിട്ട് അൽഹംദുലില്ലാഹ് നമ്മുടെ മക്കളെ ഹാഫിളാകണം ആലിമാകണം നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ മാറണം. വല്ലാഹി സത്യം ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു ഈ ഇൽമിന്റെ സദസ്സിൽ വെച്ച് നമ്മൾ ഈ ചെയ്യുന്ന സദഖകൾ അല്ലാഹു തട്ടിക്കളയുകയില്ല. ഇൻഷാ അല്ലാഹ് തട്ടിക്കളയില്ല. ഞാൻ ആത്മാർത്ഥമായി പറയുകയാണ്. ഇതേപോലുള്ള നൂറുകണക്കിന് സദസ്സുകളിൽ പ്രഭാഷണം നടത്താൻ പോകുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെയൊക്കെ വെച്ച് നിങ്ങളുടെ കാര്യങ്ങൾ എടുത്ത് പറഞ്ഞു കൊടുത്ത് കാണിക്കാൻ പറ്റും. 1000 രൂപ ഈ 6 ലക്ഷത്തോളം രൂപ ചെലവ് 1.5 ലക്ഷം രൂപ ഈ പന്തലിന് ചെലവ്. എന്തെന്നറിയോ നിങ്ങളെ പോലുള്ള ഒരു ദൂരത്തുനിന്ന് വരുമ്പോ ഈ കാര്യങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് വിദേശത്ത് നിന്ന് വരുന്നവരാണ്. ലക്ഷക്കണക്കിന് രൂപ അവർക്ക് ചെലവാണ്. അവരോട് വരുന്നതിന് എന്തെങ്കിലുമൊക്കെ അവർക്കൊരു ഹദിയ കൊടുക്കണ്ടേ. അപ്പൊ അതുപോലെ നല്ലൊരു ചെലവ് വരും. അപ്പൊ അതുകൊണ്ട് ഈ കേൾക്കാൻ വരുന്നവരും മഴയായി പോയാൽ നിരാശരാകേണ്ടതില്ല എന്നതുകൊണ്ടാണ് ഇത്രയും ത്യാഗം സഹിച്ച് ഇവിടെ ഈ പന്തലൊക്കെ ഇട്ടത്. അപ്പൊ അതുകൊണ്ട് അൽഹംദുലില്ലാ അന്ന് വായിക്കുന്നത് വാരക്കാനാണ് പെട്ടെന്ന് ഒന്ന് എഴുതിയിട്ട് പെട്ടെന്ന് കൊണ്ടുവന്നാൽ ഒരു 3 സ്വലാത്ത് ചൊല്ലിക്ക് ആ എഴുതിയവരെ ഇങ്ങോട്ട് കൊണ്ടുപോരെ. അൽഹംദുലില്ലാ അല്ലെങ്കിൽ കൈ പൊക്കിയാലും മതി. പെട്ടെന്ന് ബർക്കത്താണ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ ഈ പദങ്ങളെല്ലാം നീ സ്വീകരിക്കണേ പടച്ചവനെ. ആ നമ്പർ കൂടെ എഴുതണോ? നമ്പർ എന്താണ് ചോദിച്ചു മേടിച്ചു. അൽഹംദുലില്ലാ നാളെ വരുമ്പോ എല്ലാരും തരും. അൽഹംദുലില്ലാ കാര്യങ്ങളെ മുന്നിൽ വെച്ച് ചോദിച്ചാൽ തരും. നാളെ എല്ലാരും വരുമ്പോൾ ഒരു സദഖകൾ കൊണ്ടുവരണം കേട്ടോ. എല്ലാവരും കാര്യങ്ങളെ മുന്നിൽ വെച്ച് അൽഹംദുലില്ലാ അവരുടെ കയ്യിലുകളോ കൊടുക്കണം. നല്ല ഇൻപമാർന്ന ശൈലിയിൽ ഖുർആൻ ഓതുന്നവരാണ്. ആ ഓത്ത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് റാഹത്ത് കിട്ടണം. അപ്പൊ നമ്മുടെ ഉദ്ദേശം അല്ലാഹു തആല ഖബൂലാക്കി തരട്ടെ. നമ്മുടെ സ്റ്റേജ് കൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്ത് 1000 രൂപ വെച്ചിട്ട് അല്ലാഹു ഖബൂലാക്കട്ടെ. പടച്ചവനെ നീ സ്വീകരിക്കണേ അല്ലാഹുവേ. എഴുതിയൊക്കെ വെച്ചോ 3 4 5 6 7 8 10 12 അൽഹംദുലില്ലാ 313 100 1500 തലവേദന പല പ്രശ്നങ്ങൾ വ്യാസങ്ങൾ എല്ലാം അല്ലാഹു തആല റാഹത്താക്കി തരും. അൽഹംദുലില്ലാ മരിച്ചു വാപ്പാക്ക് അല്ലാഹുവേ നീ ആ ഖബറിനെ നീ വിശാലപ്പെടുത്തണേ അല്ലാഹ്. മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്. മർഹമത്ത് കൊടുക്കണേ. മരിച്ചവന്മാരുടെ പേർക്ക് പടച്ചവനെ ആ ഖബറിനെ പ്രകാശിപ്പിക്കണേ അല്ലാഹ്. മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്. മർഹമത്ത് നൽകണേ അല്ലാഹ്. ഈ സഹോദരങ്ങൾ ആരാണോ ഈ സദസ്സിൽ വെച്ച് തന്റെ ഉപ്പാക്ക് വേണ്ടി ഉമ്മാക്ക് വേണ്ടി തന്റെ കുടുംബത്തിന് വേണ്ടി ചെയ്ത സദഖ അല്ലാഹുവേ നീ സ്വീകരിക്കണേ റബ്ബേ. ഖബൂലാക്കണേ റബ്ബേ. മഗ്ഫിറത്ത് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാഹ്. മർഹമത്ത് കൊണ്ട് നിറയ്ക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാ പടച്ചവനെ ആ സഹോദരന്റെ നിയ്യത്ത് സ്വീകരിക്കണേ റബ്ബേ. ഖബൂലാക്കണേ റബ്ബേ. അവിടെ ആ സംഭാവന എഴുതുന്ന സ്ഥലത്തുണ്ട്. അവിടെ വന്ന് നിങ്ങൾ എഴുതി കുറച്ച് കിട്ടുന്നുണ്ട്. 6 ലക്ഷം രൂപ കേട്ടോ. നമ്മുടെ മൊബൈൽ വിടുന്ന നാട് വിടുന്ന ലക്ഷണമാണ്. കാരണം അയാള് പറഞ്ഞ ഉസ്താദ് വീടെല്ലാം വിൽക്കേണ്ടി വരുമല്ലോ. ആ ഖുർആന് വേണ്ടി വിറ്റ 60 ലക്ഷം രൂപ സ്ത്രീകളെ കുറിച്ച് കുറ്റം പറഞ്ഞ ജീവിതം അതിപ്പോ അവരെ ആലമുൽ ബർസഖിൽ കൊണ്ടുവയ്ക്കാണ്. എനിക്കിപ്പോ അവർക്ക് അങ്ങനെ തരാൻ നാളെ കൊണ്ടുവരും ഇൻഷാ അല്ലാഹ്. ഭർത്താവിന്റെ അനുഭവം ചോദിക്കണ്ടേ. നിങ്ങൾക്ക് കിട്ടുമപ്പോ നമ്മൾ റാഹത്ത് പൈസ കിട്ടിയില്ലെങ്കിൽ ഇന്നൊരു ദിവസം വാദം വിളിച്ചു മണിയർ രഹസ്യം 3-ാം ഭാഗം അവതരിപ്പിച്ച് കാശ് വാങ്ങിക്കണം. ഇതൊക്കെ സമുദായത്തിനെ അവതരിപ്പിക്കണ്ടേ. ജനങ്ങൾ അറിയുന്ന ഒരുപാട് വിഷയങ്ങൾ ഞാൻ ഇപ്പൊ ഇത്തിരി മാറ്റി വെച്ചതേ ഉള്ളൂ. എന്നാലും ഖുർആന്റെ ആയത്ത് ഒരുപാട് വിഷയങ്ങൾ പഠിക്കേണ്ട വിഷയങ്ങളാണ്. ഇല്ലാത്ത വിഷയമൊന്നുമില്ല. ആയത്ത് ആദ്യം ചോദിച്ച പറയുള്ളൂ. അല്ല എന്റെ സ്വന്തം അഭിപ്രായത്തിൽ ഞാൻ പറയില്ല. പഠിക്കാനും മനസ്സിലാക്കണം. അത് അത്രയും നല്ലപോലെ അറിയാം. സാറല്ലേ അത്രപ്പ് അൽഹംദുലില്ലാ അല്ലാഹു ഖബൂലാക്കട്ടെ. ബക്കറ്റൊക്കെ എടുത്തോ? എല്ലാം കഴിക്കാം. അറിഞ്ഞോ സംഭവം? ഇനി ഒന്നുകൂടെ എടുക്കാൻ പ്ലാൻ ഉണ്ടോ? ഇല്ല. അല്ലെങ്കിൽ ഇപ്പോൾ തരുമല്ലോ. അൽഹംദുലില്ലാ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാ ഉമ്മ അസുഖമില്ലാതെ കിടക്കുന്ന മെഡിക്കൽ കോളേജ്
അല്ലാഹുവേ നീ ശിഫ കൊടുക്കണേ പടച്ചവനെ, ആഫിയത്ത് കൊടുക്കണേ അല്ലാഹുവേ. വിട്ടുമാറാ തലവേദന വന്ന ശബ്ദം ശ്രവിക്കാൻ കഴിയുന്നില്ല അല്ലാഹ്, നീ ആഫിയത്ത് പടച്ചവനെ, ആഫിയത്ത് പടച്ചവനെ, ആഫിയത്ത് കൊടുക്ക പടച്ചവനെ അല്ലാഹുവേ. അല്ലാഹുവേ ഇതുപോലെ എത്ര പ്രയാസങ്ങൾ വിഷമങ്ങളുള്ളവരുണ്ട് അല്ലാഹുവേ നീ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على رسولك سيدنا نبينا مولانا محمد وعلى آل سيدنا محمد. اللهم طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه أجمعين. اللهم آته الوسيلة والفضيلة والدرجة الرفيعة وابعثه مقاما محمودا الذي وعدته. اللهم ارزقنا شفاعته وأوردنا حوضه المورود. അർഹമുറാഹിമായ അല്ലാഹുവേ, നിന്റെ സദസ്സിനെ സ്വീകരിക്കണേ പടച്ചവനെ, കബൂലാക്കണേ അല്ലാഹുവേ. അല്ലാഹുവേ ഖുർആനിന്റെ സദസ്സിൽ ആരാണ് സദഖകൾ നൽകിയോ നീ അവരെ അനുഗ്രഹിക്കണേ റബ്ബേ. അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ദൂരീകരിക്കണമേ അല്ലാഹുവേ. വിട്ടുമാറാത്ത തലവേദനയുള്ളവർ രോഗിയുടെ രോഗങ്ങളെ സുഖപ്പെടുത്തണമേ അല്ലാഹുവേ. മെഡിക്കൽ കോളേജിൽ കഴിയുന്ന സഹോദരിയുടെ ആ വിഷമങ്ങളെ മാറ്റി കൊടുക്കണേ അല്ലാഹുവേ. പടച്ചവനെ മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാഹുവേ. പടച്ചവനെ ഉദര സംബന്ധമായ, കിഡ്നി സംബന്ധമായ, വാൽവ് സംബന്ധമായ, ഹൃദയ സംബന്ധമായ രോഗങ്ങളുള്ള സഹോദരങ്ങളുണ്ടെങ്കിൽ അല്ലാഹ് ഈ പുണ്യമായ ഇൽമിന്റെ നഗരിയുടെ ബർക്കത്ത് കൊണ്ട് റബ്ബേ ശിഫ നൽകണേ അല്ലാഹ്, ശിഫ നൽകണേ അല്ലാഹ്. പടച്ചവനെ ആരെല്ലാം ഇവിടെ ഒരുമിച്ച് കൂടിയോ ഇത്രയും സമയം പടച്ചവനെ നിനക്ക് വേണ്ടി ഇവിടെ പങ്കാളിത്തം വഹിച്ചുവോ അവരെ എല്ലാം നീ അനുഗ്രഹിക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹുവേ. പടച്ചവനെ ഈ ഇൽമിന്റെ സദസ്സിനേക്ക് വേണ്ടി ആരെല്ലാം നീ സഹായിക്കുന്നുവോ ഖുർആനിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് കിരീടം നൽകി നാളെ അവരെ സ്വർഗത്തിലേക്ക് നയിക്കണമേ പടച്ചവനെ. ഖുർആനിന്റെ വശ്യസുന്ദരമായ ശൈലി ഈ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ കഷ്ടപ്പെട്ട ഈ നാട്ടിലെ സഹോദരങ്ങൾ, ചെറുപ്പക്കാർ ദിവസങ്ങളായി മാസങ്ങളായി ഓടി നടക്കുകയാണ്, കഷ്ടപ്പെടുകയാണ് പടച്ചവനെ. ശാരീരികമായി പോലും ഒരുപാട് രോഗങ്ങളാണ് അവരെ പിടികൂടിയിട്ടുള്ളത്. അല്ലാഹുവേ അവരെ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ, അനുഗ്രഹിക്കണേ പടച്ചവനെ. അവരുടെ ഓരോ ചുവടുവെപ്പും വിജയത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ഈ പരിശുദ്ധമായ ഖുർആൻ ഇവിടെ പാരായണം ചെയ്യപ്പെടുന്നതോടെ ഈ കൂറ്റമ്പാറയുടെ മണ്ണിനെ നീ ഹിദായത്ത് കൊണ്ട് നിറയ്ക്കണേ അല്ലാഹ്, നൂറ് കൊണ്ട് നിറയ്ക്കണേ അല്ലാഹ്. ഈ നാടിനെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്, അനുഗ്രഹിക്കണേ അല്ലാഹ്. പഠിച്ചവരെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ മണ്ണറകളെ മണിയറകളാക്കണമേ അല്ലാഹ്, മഗ്ഫിറത്ത് കൊണ്ട് നിറയ്ക്കണേ അല്ലാഹുവേ. പഠിച്ചവരെ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ ഹലാലായ ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കുന്നേ അല്ലാഹുവേ. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് വല്ല വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ മാപ്പാക്കണേ അല്ലാഹ്. പഠിച്ചവനെ ഈ സ്ഥലം നൽകിയ, ഇതിനു വേണ്ടി ശബ്ദം വിളിച്ചോ നൽകിയ, ഇതിനു വേണ്ടി പന്തലൊരുക്കി തന്ന, ഇതിനു വേണ്ടി പോസ്റ്റർ അടിച്ച, ഫ്ലെക്സ് കെട്ടിയ, ഫ്ലെക്സ് അടിച്ചു തന്ന, ഇത് ഓടി നടന്ന, ഇതെല്ലാം ഓരോ സ്ഥലങ്ങളിൽ എത്തിച്ചു കൊടുത്ത എല്ലാ സഹോദരങ്ങളെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അർശിന്റെ തണലിൽ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. നരകം അവരുടെയും ഞങ്ങളുടെയും മേലും ഹറാമാക്കണേ പടച്ചവരെ. സ്വർഗത്തിന്റെ അഹിലുകാരാക്കണേ അല്ലാഹുവേ. ഈ പറഞ്ഞതും കേട്ടതുമെല്ലാം ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ, സ്വീകരിക്കണേ റബ്ബേ. ഈ പരിപാടി സംഘടിപ്പിച്ചതിന്റെ പേരിൽ ഒരു വിഷമവും ഒരു ബുദ്ധിമുട്ടും നീ നൽകല്ലേ അല്ലാഹുവേ. ശേഷിയില്ലാത്ത കുട്ടി പടച്ചവരെ പരിശുദ്ധ ഖുർആനിന്റെ ബർക്കത്ത് കൊണ്ട്, ആയത്തുകളുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹ്, നിന്റെ ഇഷ്ടദാസന്മാരുടെ ബർക്കത്ത് കൊണ്ട് പടച്ചവരെ ആ കുട്ടിക്ക് സംസാരിക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാഹ്, സൗഭാഗ്യം നൽകണേ അല്ലാഹ്. പടച്ചവനെ ആരുടെയെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിന്റെ മുന്നിൽ സമർപ്പിക്കുന്ന റബ്ബേ. പടച്ചവനെ ഈ വിനീതന് രുചികരമായ ഭക്ഷണം പാചകം ചെയ്തു തന്ന സഹോദരിമാർ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. അതിന് കൂട്ടുനിന്ന് അവരുടെ സഹോദരങ്ങൾ, ഭർത്താക്കന്മാര്, ഉമ്മമാര്, ഉപ്പമാര്, അവരെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. വീടുകളെ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. അല്ലാഹുവേ ഈ ദുആ സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്. വളരെ വിദൂരങ്ങളിൽ നിന്ന് 100 കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിന്ന് പോലും പടച്ചവനെ ഇവാദ് ശ്രവിക്കാൻ വന്ന നല്ലവരായ നിന്റെ ദാസന്മാരുണ്ട് പടച്ചവനെ. അവരുടെ വരവിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, അവരുടെ മടക്കത്തെ നീ സ്വീകരിക്കണേ അല്ലാഹ്.
അപകടങ്ങൾ, ആപത്ത്, ബല, മുസീബത്തുകളെ തൊട്ട് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഈ വരവിന്റെ പേരിൽ സ്വർഗം നീ അവരുടെ മേലിൽ നീ നിർബന്ധമാക്കണേ അല്ലാഹ്. അവസാനം ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ എളിമ ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നീ നസീബാക്കണേ റബ്ബേ, നസീബാക്കണേ റബ്ബേ, നസീബാക്കണേ റബ്ബേ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الانبياء والمرسلين والحمد لله رب العالمين. നാളെ ഖുർആൻ വീടുന്നതോടൊപ്പം റമദാനി സാഹിബിന്റെ പ്രഭാഷണങ്ങളുണ്ട്. 1 മണിക്കൂർ പ്രഭാഷണം ഉണ്ടാകും. എല്ലാവരും നമസ്കാരത്തിന് ഇവിടെയും നമസ്കരിക്കാനുള്ള സൗകര്യമുണ്ട്. പെണ്ണുങ്ങൾക്കൊക്കെ നമസ്കരിക്കാനുള്ള സംവിധാനം ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഇൻഷാ അല്ലാഹ് കൃത്യസമയത്ത് എത്തിച്ചേരണമെന്നും ഇവരീതിനു വേണ്ടി ദുആ ചെയ്യണമെന്നും വസിയത്തോടുകൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.